ഹലോ മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 3 മാത്സ് യൂണിറ്റ് 2 നമ്പേഴ്സ് ആർ അവർ ഫ്രണ്ട്സ്. ഈ യൂണിറ്റിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 ആദ്യം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കാണാത്തവർ അതുകൂടി കാണണം. ഓക്കെ, ഇതിൽ നമ്മൾ പേജ് നമ്പർ 24 മുതൽക്കാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പ്രൈസ് ഓഫ് പെൻസിൽസ്. നിങ്ങൾ ആദ്യമായിട്ടാണോ ഈ ചാനൽ കാണുന്നത്? നമ്മുടെ ഈ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് യൂണിറ്റിലേക്ക് പോകാം. പ്രൈസ് ഓഫ് പെൻസിൽസ്. അനൈ ബോട്ട് എ ബോക്സ് ഓഫ് പെൻസിൽസ് ഫ്രം ദ ഫാക്ടറി വേർ മിൻഹാസ് ഫാദേഴ്സ് ഷോപ്പ്. മിൻഹയുടെ ഫാദറിൻ്റെ ഷോപ്പിൽ നിന്ന് അനൈ ഒരു ബോക്സ് പെൻസിൽ വാങ്ങി. ദ പ്രൈസ് വാസ് ₹300. വില 300 രൂപയാണ്. ഇൻ വാട്ട് ഡിനോമിനേഷൻസ് വുഡ് ഹി ഹാവ് ഗിവൺ ദ ഫോളോയിങ് നോട്ട്സ് ആൻഡ് കോയിൻസ്. അവന് എങ്ങനെയൊക്കെ ആയിരിക്കും ഈ 300 രൂപ കൊടുത്തിട്ടുണ്ടാവുക എന്നാണ് നമ്മൾ കാണിക്കേണ്ടത്. ഇവിടെയുള്ള നോട്ടുകളും കോയിൻസും നമ്മൾ ഉപയോഗിക്കാം. ഹൗ ഐ കാൽക്കുലേറ്റഡ്. നമ്മൾ ഈസി ആയിട്ട് അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. 100 ഒരു 100 റുപ്പിയും ഒരു 200 റുപ്പിയും. 100 + 200 = 300. ഹൗ മൈ ഫ്രണ്ട് കാൽക്കുലേറ്റഡ്. ഫ്രണ്ടും നേരെ തന്നെയാണ്, അല്ല ഈസി ആയിട്ട് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്. എങ്ങനെയാണ് നോക്കാം. 200 + 50 + 50 അപ്പോഴും 300 ആണ് കിട്ടുന്നത്. ഇഫ് ഈച്ച് നോട്ട് ആൻഡ് കോയിൻ ഇൻ ദ പിക്ചർ ഈസ് ടേക്കൺ ടുഗദർ ഹൗ മച്ച് റുപ്പീസ് വുഡ് ഇറ്റ് ബി. അവിടെ ഈ എല്ലാ നോട്ട്സും കോയിൻസും ചേർത്താൽ എത്ര രൂപയാകും? ആഡ് ചെയ്ത് നോക്കൂ. 888 എന്ന് കിട്ടും. നെക്സ്റ്റ് 100ഉം 10ഉം 1ഉം തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് 888നെ കാണിക്കണം. അപ്പോൾ 100ൻ്റെ പ്ലേസിലും 8, 10ൻ്റെ പ്ലേസിലും 8, 1ൻ്റെ പ്ലേസിലും 8. ഓക്കെ, ഇനി അടുത്തത് ഇതേപോലെ തന്നെ. വാട്ട് ഈസ് ദ നമ്പർ ഷോൺ ഇൻ ദ അബാക്കസ്. അബാക്കസിൽ ഏത് നമ്പറാണ് കാണിച്ചിരിക്കുന്നത്? 102 ആണ്, അതായത് 200. 10ൻ്റെ പ്ലേസിൽ 6 ഉണ്ട്, അതായത് 60. 1ൻ്റെ പ്ലേസിൽ 3 ഉണ്ട്, 3 തന്നെ. അപ്പോൾ 200 + 60 + 3, അതായത് 263. ഇനി വാട്ട് ഈസ് ദ നമ്പർ. ഇവിടെ ഒരു നമ്പർ കാണിച്ചിട്ടുണ്ട്. 100ഉം 10ഉം 1ഉം ഉണ്ട്. വാട്ട് ഈസ് ദ നമ്പർ? 300 ഉണ്ട്. 10ൻ്റെ പ്ലേസിൽ ഒന്നുമില്ല. 1ൻ്റെ പ്ലേസിൽ 1 ഉണ്ട്. അപ്പോൾ 301. ഇനി നെക്സ്റ്റ്, ഡ്രോ ബീഡ്സ് ടു ഷോ എനി നമ്പർ യു ലൈക്ക് ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സംഖ്യ ഇവിടെ ഈ അബാക്കസിൽ കാണിക്കാം. അതിന് വേണ്ട ബീഡ്സ് നിങ്ങൾ വരയ്ക്കുക. അപ്പോൾ 100ൻ്റെ പ്ലേസിൽ 8 ബീഡ്സാണ് വരച്ചിട്ടുള്ളത്. 10th പ്ലേസിൽ 4 ബീഡ്സ്, 1th പ്ലേസിൽ 6 ബീഡ്സും വരച്ചിട്ടുണ്ട്. അപ്പോൾ 846. നെക്സ്റ്റ് എ ചെക്കാണ്. ലുക്ക് അറ്റ് ദ ചെക്ക് മിൻഹാസ് ഫാദർ റോട്ട്. മിൻഹയുടെ ഫാദർ എഴുതിയ ഈ ചെക്ക് നോക്കൂ. ദ എമൗണ്ട് ഈസ് റിട്ടൺ ഓൺലി ഇൻ വേർഡ്സ്. എന്താണ്? വേർഡ്സിൽ മാത്രമേ ഉള്ളൂ ഇത് എഴുതിയിട്ടുള്ളത്. റൈറ്റ് ഇറ്റ് ആസ് എ നമ്പർ. അപ്പോൾ ഈ സംഖ്യ നമ്പറിൽ എഴുതണം. നമ്പർ നെയിം തന്നിട്ടുണ്ട് അല്ലേ? ആർക്കാണ്? രാഘവൻ. റുപ്പീസ് 1000 ആണ്. 1000 എത്രയാണ്? 1000 1000. 1000 എന്നതിനെ നമുക്കിവിടെ ഫിഗേഴ്സിൽ എഴുതണം. 1 0 0 0 3 zeros. ഓക്കെ, ഇനി കംപ്ലീറ്റ് ദ ടേബിൾ. ഇത് നമ്പറും നമ്പർ നെയിംസാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നമ്പർ ഇൻ വേർഡ്സും നമ്പേഴ്സും. 125, 405, 890, 342, 617, 550, 261. ഓക്കെ, നെക്സ്റ്റ് ബാങ്ക് ഡെപ്പോസിറ്റ്. ബാങ്ക് ഡെപ്പോസിറ്റ് നോക്കൂ. ലുക്ക് അറ്റ് ദ പേ ഇൻ സ്ലിപ്പ് ഓഫ് ബാങ്ക്.
പേയിൻ സ്ലിപ്പ് ഒരു ബാങ്കിൻ്റെ പേയിൻ സ്ലിപ്പാണ് ഇവിടെ തന്നിട്ടുള്ളത്. യു ഹാവ് ടു റൈറ്റ് ദ നമ്പർ ഓഫ് നോട്ട്സ് ഓഫ് ഈച്ച് ഡിനോമിനേഷൻ ആൻഡ് ദ ടോട്ടൽ എമൗണ്ട്. നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? ബാങ്കിൽ കൊടുക്കുന്ന നോട്ടുകളുടെ എണ്ണവും തുകയും ഇതിൽ എഴുതണം. എത്ര നോട്ടുകളുണ്ട്, അത് എത്ര എണ്ണമാണ് എന്നൊക്കെ എഴുതണം. അപ്പോൾ മിൻഹാസ് ഫാദർ ഗേവ് 6 നോട്ട്സ് ടു ഡെപ്പോസിറ്റ് 800 rupees. മിൻഹയുടെ ഫാദർ 6 നോട്ട്സാണ് കൊടുത്തത്, 6 എണ്ണം ഉണ്ട്. അതിന് ആകെപ്പാട് അതിന് 800 ആവുകയും ചെയ്യും രൂപ. വാട്ട്സ് നോട്ട്സ് വുഡ് ഹി ഹാവ് ഗിവൺ? ഏത് നോട്ട്സ് ആയിരിക്കും അദ്ദേഹം കൊടുത്തിട്ടുണ്ടാവുക? അപ്പം നമുക്കിവിടെ 200ൻ്റെ നോട്ട് കൊടുക്കാം. 200 rupees 2, അപ്പോൾ 400 ആയി അല്ലേ? ഇനി 100ൻ്റെ 4ഉം കൊടുക്കാം, അപ്പോഴും 400 ആയി. അപ്പോൾ ടോട്ടൽ 800 ആയി. നോട്ട്സിൻ്റെ എണ്ണവും കറക്റ്റ് അല്ലേ? 2ഉം 4ഉം 6, 6 നോട്ട്സായി. സമ്മ് ടോട്ടൽ റുപ്പീസ് 800ഉം ആയി. മനസ്സിലായില്ലേ? നമ്പർ ഓഫ് നോട്ട്സ്. ഐ ഹാവ് 370 rupees remaining. The number of notes is the sum of the digits of this number. What notes do I have and how many of each? എന്താണ് ഇതെന്ന് എന്താ മനസ്സിലായത്? എൻ്റെ കൈവശം 370 രൂപ ഇനി ബാക്കിയുണ്ട്. ഇതിലെ അക്കങ്ങളുടെ തുക ഇപ്പോൾ 3ഉം 7ഉം 0 അല്ലേ? ഇതിന് തുല്യമായ നോട്ടുകളാണ് ഉള്ളത്. അപ്പോൾ 3ഉം 7ഉം എത്രയാണ്? 0ഉം 10. അതായത് 10 നോട്ട്സ് ഉണ്ട്. ഉള്ളത് 370 രൂപയുമാണ്. അപ്പോൾ ഈ 10 നോട്ടുകൾ ഏതൊക്കെയാവും? അപ്പോൾ 300ന് നമ്മൾ എളുപ്പം നോക്കാം കേട്ടോ. 300ന് 100ൻ്റെ 3 നോട്ട്. ഇനി 70ആണ് വേണ്ടത്. 70ന് 10ൻ്റെ 7 നോട്ട്. അപ്പോൾ 300ഉം 70ഉം 370 ആയി അല്ലേ? അപ്പോൾ 10 നോട്ടുകളുമായി 370 രൂപയുമായി. സം 10, തുക 10. ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് 109 ഈസ് 10. അതായത് 1 + 0 + 9 = 10. 109 എന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുക 10 ആണ്. വാട്ട് ഈസ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് 118? അതായത് 1 + 1 + 8. That is also 10. Another number is 127. Isn't it? അതെങ്ങനെയാണ് 127ന്? 1 + 2 + 7. അതും 10 ആണ്. Between 100 and 200. Between 100 and 200, അതായത് 100നും 200നും ഇടയിൽ അക്കങ്ങളുടെ തുക 10 വരുന്ന എത്ര സംഖ്യകളുണ്ട് എന്നാണ്. അപ്പോൾ 109, 118, 127, 136, 145, 154, 163, 172, 181, 190 ഈക്വൽസ് 10 നമ്പേഴ്സ് ആണ് ഉള്ളത്. നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി നോക്കിയിട്ട് കണ്ടുപിടിക്കണം കേട്ടോ. അതേപോലെ തന്നെ ബിറ്റ്വീൻ 200 ആൻഡ് 300, 200നും 300നും ഇടയിൽ ഇതേപോലെ നമ്പേഴ്സ്, ഈ അക്കങ്ങളുടെ തുക 10 വരുന്ന എത്ര സംഖ്യകളുണ്ട് അതും ഇതുപോലെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. 208, 217, 226, 235, 244, 253, 262, 271, 280. എത്ര എണ്ണം ഉണ്ട്? 9. ബിറ്റ്വീൻ 300 ആൻഡ് 400 എത്രയാണ്? 8 ആണ്. അപ്പോൾ 400നും 500നും ഇടയിൽ 7 ആയിരിക്കും അല്ലേ? അപ്പോൾ അതേപോലെ 800നും 900നും ഇടയിലാണെങ്കിലോ 3. അങ്ങനെ വ്യത്യാസം വരും. ഓരോന്നും നമ്മൾ എഴുതി നോക്കി കണ്ടുപിടിക്കണം. ഓക്കെ.
ഹൗ മെനി 3-digit നമ്പേഴ്സ് ഇൻ ഓൾ? അപ്പോൾ എല്ലാവരും കൂടി എത്ര 3-digit നമ്പേഴ്സ് ഉണ്ട്? 3-digit നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 അക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ട്? 54. എത്രയാണ്? 54. നെക്സ്റ്റ്, ഐ ഹാവ് 100 rupee and 10 rupee notes and also 1 rupee coins. എൻ്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ട്? 100 രൂപ, 10 രൂപ, 1 രൂപ കോയിനും ഉണ്ട്. ദീസ് മേക്ക് 456 rupees. What is the minimum number of notes and coins which make up 456? അപ്പോൾ മിനിമമാണ് കാണേണ്ടത് നമുക്ക്. ഏറ്റവും ചുരുങ്ങിയത് എത്ര നോട്ടുകൾ ഉണ്ടാകും? ഉള്ളത് ഏതൊക്കെയാണ്? ഒരു 100 റുപ്പീൻ്റെ നോട്ടുകളുണ്ട്, 10 റുപ്പിയുടെ നോട്ടുകളും ഉണ്ട്, പിന്നെ 1 റുപ്പി കോയിൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് 400നെ നമുക്ക് 100ൻ്റെ നോട്ടാക്കാം അല്ലേ? 100 rupee നോട്ട്സ് 4. പിന്നെ അപ്പോൾ 400 ആയി. ഇനി നമുക്ക് 56 കൂടി വേണം. അപ്പോൾ 50 ആക്കാം. 10 rupees നോട്ട് 5. അപ്പോൾ 10 into 5 50 ആയി. ഇനി 1 rupee കോയിൻ 6. അപ്പോൾ 6 ആയി. 400 plus 50 plus 6. 456. How much rupees does 600 rupee notes, 8 10 rupee notes and 5 1 rupee coins make? അപ്പോൾ ആദ്യം 600 rupees നോട്ട്സ് എത്രയാണെന്ന് നോക്കണം. 600 rupees നോട്ട്സ് എത്രയാണ്? 600. 8 10 rupee നോട്ട്സ് എന്ന് പറഞ്ഞാൽ 80 ആൻഡ് 5 1 rupee coins അപ്പോൾ 5. അപ്പോൾ ടോട്ടൽ റുപ്പീസ് എത്രയാണ്? 685. What about 400 rupee notes and 9 1 rupee coins? 400 rupee notes, അതായത് 400 എത്രയാണ്? 400 and 9 1 rupee. 9 1 rupees എന്ന് പറഞ്ഞാൽ 9. 400 plus 9 409. ഇനി 300നെ നമ്മൾ ഒന്ന് ഓരോ രൂപയാക്കി മാറ്റി നോക്കാം. 100 rupees ആണെങ്കിൽ 300 rupees. 10 rupees ആണെങ്കിലോ 10 rupees. 10 rupees. അതായത് 10 rupees എന്ന് പറഞ്ഞാൽ 100 ആയി. അപ്പോൾ 10 rupees എന്ന് പറഞ്ഞാൽ 200 ആയി. 10 rupees എന്ന് പറഞ്ഞാൽ 300 ആയി. നെക്സ്റ്റ് എന്താണ്? 20 rupee നോട്ട്സ് ആണെങ്കിൽ എത്രയായിരിക്കും? 100ൽ എത്ര 20 rupees നോട്ട്സ് ഉണ്ടാവും? 100ൽ 5. അപ്പോൾ 200ൽ 10, 300ൽ 15. അപ്പോൾ 15 20 rupee നോട്ട്സ്. നെക്സ്റ്റ് 50 rupees ആണെങ്കിലോ എങ്ങനെയാണ്? 250 rupee നോട്ട്സ് മേക്സ് 100 അല്ലേ? 450 rupee നോട്ട്സ് മേക്സ് 200. 650 rupee നോട്ട്സ് മേക്സ് 300. അപ്പോൾ ഇവിടെ 650 rupee നോട്ട്സ് എന്ന് എഴുതണം. ഇനി 5 rupees ആണെങ്കിലോ? 5 rupees ആണെങ്കിൽ 65 rupees ആണ് വരിക. അതായത് 100ൽ 25 rupees ഉണ്ട്. 200ൽ 45 rupees ആണ്. 300ൽ 65 rupees. ഓക്കെ. ഇനി 1 rupee ആണെങ്കിലോ? 300ൽ 1 rupee മാത്രമാണെങ്കിൽ 300 1 rupee കോയിൻസ്. 300 1 rupee കോയിൻസ്. നെക്സ്റ്റ് നോക്കൂ, കോർണർ PTA. കോർണർ PTA. Dad, don't forget to buy bananas. Tomorrow's corner PTA is here. ഡാഡി പഴം വാങ്ങാൻ മറക്കരുതേ, നാളെ നമ്മുടെ വീട്ടിലല്ലേ കോർണർ PTA. Father bought 6 kilogram of bananas for the corner PTA. 6 കിലോ പഴം കൊണ്ടുവന്നു. The price of 1 kilogram of bananas is 50.
50 റുപ്പിയാണ് 1 കിലോയ്ക്ക്. ഫാദർ കൊണ്ടുവന്നത് 6 kilograms. ഫാദർ ഗേവ് എ 500 rupee നോട്ട് ആൻഡ് ഗോട്ട് 3 notes ഇൻ ഡിഫറെൻറ്റ് ഡിനോമിനേഷൻസ് ബാക്ക്. ഇത് വാങ്ങിയിട്ട് ഫാദർ ഒരു 500 rupee നോട്ട് കൊടുത്തു. തിരിച്ച് ഫാദറിന് കിട്ടിയത് 3 വ്യത്യസ്തമായ നോട്ടുകളാണ്. വാട്ട് നോട്ട്സ് ഡിഡ് ഹി ഗെറ്റ്? അപ്പോൾ എത്രയാണ് ബാക്കി കിട്ടേണ്ടത് എന്ന് നമുക്ക് ആദ്യം നോക്കാം അല്ലേ. 1 കിലോഗ്രാമിന് എത്ര രൂപയാണ് എന്ന് നോക്കണം അല്ലേ. 1 കിലോഗ്രാമിന് എത്രയാണ്? 50. അപ്പോൾ 6 കിലോഗ്രാമിന് എത്രയാകും? 50 into 6. 50 into 6 അല്ലെങ്കിൽ 50യെ നമ്മൾ 6 തവണ എഴുതി കൂട്ടണം. അപ്പോൾ എത്രയാണ് കിട്ടുക? 300 rupees. 300 rupeesന് വേണ്ടിയിട്ടാണ്, അതിന് പകരം 500 rupees ആണ് ഫാദർ കൊടുത്തത്. അപ്പോൾ ബാക്കി എത്ര ഇങ്ങോട്ട് കിട്ടണം? 500 minus 300 equals 200 rupees കിട്ടണം. അപ്പോൾ 200 rupeesന് 100 rupeesമായിട്ടാണ് തന്നതെങ്കിൽ 2 എണ്ണേ ഉണ്ടാവുള്ളൂ. ഇവിടെ 3 എണ്ണം കിട്ടിയിട്ടുണ്ട് അല്ലേ. 3 എണ്ണം കിട്ടുമ്പോൾ ഏതായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? ഒരു 100, പിന്നെ ഒരു 50 rupees നോട്ട്സ്, 50 റുപ്പിയുടെ ഒരു നോട്ട് കിട്ടാം. പിന്നെ 10ൻ്റെ 5 എണ്ണം കിട്ടാം അല്ലേ. വാട്ട് ഇഫ് ഹി ഹാഡ് ഗോട്ട് 4 ഡിഫറെൻറ്റ് നോട്ട്സ്? പല തരത്തിലുള്ള നോട്ടുകൾ ഓരോന്ന് കിട്ടുകയാണെങ്കിലോ എങ്ങനെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? ഇപ്പോൾ ഇവിടെ 3 എണ്ണം കിട്ടിയപ്പോൾ 100ൻ്റെ 1, 50യുടെ 1, 10ൻ്റെ 5 അങ്ങനെയാണ് കിട്ടിയത്. അതായത് 3 നോട്ടുകൾ, 3 തരം നോട്ടുകളെ കിട്ടിയിട്ടുള്ളൂ. ഇവിടെ 4 തരം നോട്ടുകളാണ് കിട്ടിയതെങ്കിലോ 100ൻ്റെ 1, 50യുടെ 1, 10ൻ്റെ 3. അപ്പോൾ എത്രയും നോക്കണേ? 20യുടെ 1. ഓക്കെ ആയോ നോക്കാം. 100ൻ്റെ 1 100 തന്നെ, 50യുടെ 1 50. അപ്പോൾ 150 ആയി. ഇനി 10ൻ്റെ 3 അതായത് 30. 150 കൂടെ 30 കൂട്ടുമ്പോൾ 180 ആയിട്ടുണ്ട്. ഇനി അതിൽ കൂടെ ഒരു 20 കൂടെ കൂട്ടിയാൽ 200 ആയി അല്ലേ. ഓക്കെ. ഇനി ഡ്രാഗൺ ആണ്. ഡ്രാഗൺ. മിൻഹ ആൻഡ് ഫ്രണ്ട്സ് വെൻറ്റ് ടു ദ പാർക്ക്. മിൻഹയും ഫ്രണ്ട്സും പാർക്കിലേക്ക് പോയി. ഹിയർ ഇസ് എ ഡ്രാഗൺ, ലെറ്റ്സ് പ്ലേ വിത്ത് ഇറ്റ്. ഇതാ ഇവിടെ ഒരു ഡ്രാഗൺ, നമുക്ക് അതിനോട്ട് കളിക്കാം, അതിനെ കൊണ്ട് കളിക്കാം. അതിൽ കളിക്കുക എങ്ങനെയാണ്? റൈറ്റ് ദ നെക്സ്റ്റ് നമ്പേഴ്സ് ഓൺ ദ ഡ്രാഗൺ. ഈ കുറച്ച് നമ്പേഴ്സ് ഇവിടെ തന്നിട്ടുള്ളൂ അല്ലേ. ബാക്കി നമ്പേഴ്സൊക്കെ നമുക്ക് എഴുതണം. ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. എവിടുന്ന് മുതൽക്കാണ്? 898, 899 നമുക്ക് തുടർച്ചയായിട്ട് എഴുതാം. 900, 901 ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ. ഇനി ബാക്കി നമ്മൾ എഴുതണം. 902, 903, 904, 905, 906, 907, 908, 909, 910, 911, 912, 913, 914, 915, 916, 917, 918, 919. ഇതുപോലെ നമ്മുടെ ഇത് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. റീഡ് ആൻഡ് റൈറ്റ് ദീസ് നമ്പേഴ്സ്. ഇനി ഇതിൽ നമ്പേഴ്സ് വായിച്ചിട്ട് ഇവിടെ ഇതിൻ്റെ നമ്പർ നെയിംസ് തന്നിട്ടുണ്ട്. ഇവിടെ വേർഡ്സിലാണ് തന്നിട്ടുള്ളത്. ഇതിനെ നമുക്ക് ന്യൂമറലായിട്ട് എഴുതണം. 899, അപ്പോൾ 899 ഇതേപോലെ നമ്പറിൽ എഴുതണം. 900 കണ്ടില്ലേ? 901, 990, 995, 998 ഇതുപോലെ നമുക്ക് എഴുതണം. ഇനി ബ്രദേഴ്സ് ഗിഫ്റ്റാണ്. എന്താണ് ബ്രദറിൻ്റെ ഗിഫ്റ്റ്? മിൻഹാസ് ബ്രദർ ഗേവ് ഹെർ എ ഗിഫ്റ്റ്. എന്താ കൊടുത്തിരിക്കുന്നത്? എ മാപ്പാണ്. എ മാപ്പ് ഷോയിങ് ദ റിവേഴ്സ് ഓഫ് കേരള. കേരളയുടെ റിവേഴ്സ് ഉള്ള മാപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഷീ ലൈക്ക്ഡ് ഇറ്റ് വെരി മച്ച്.
അവളതിനെ വളരെ അധികം ഇഷ്ടപ്പെട്ടു. സീ ഹൗ ദേ ഹാവ് ടാബുലേറ്റഡ് സം ഓഫ് ദ റിവേഴ്സ് ഓഫ് അവർ സ്റ്റേറ്റ് ആൻഡ് ദെയർ ലെങ്ത്സ്. എങ്ങനെയാണ് ഈ ഇതിൽ നദികളുടെ നീളമൊക്കെ നൽകിയിട്ടുള്ളത്? റിവേഴ്സ് ഓഫ് അവർ സ്റ്റേറ്റ്, ഏതൊക്കെ റിവേഴ്സാണ് നമ്മുടെ സ്റ്റേറ്റിൽ, ഇവയുടെ നീളം എങ്ങനെയാണൊക്കെ എങ്ങനെ അടയാളപ്പെടുത്തിയെന്ന് നോക്കാം. ദെൻ റൈറ്റ് ദ ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ് ബിലോ. അപ്പോൾ പുഴകളും അവയുടെ നീളവും കിലോമീറ്ററിൽ കൊടുത്തിട്ടുണ്ട്. മഞ്ചേശ്വരം റിവർ 16 കിലോമീറ്റേഴ്സ്, വളപട്ടണം റിവർ 110 കിലോമീറ്റേഴ്സ്, ചാലിയാർ 169, ഭാരതപ്പുഴ 209, പെരിയാർ 244, പമ്പ റിവർ 176, അച്ഛൻ കോവിൽ റിവർ 128, നെയ്യാർ 56, കല്ലട റിവർ 121 കിലോമീറ്റേഴ്സ്. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ മെനി റിവേഴ്സ് ഇൻ ദ ലിസ്റ്റ്? ഓക്കെ ദ ലോങ്ങസ്റ്റ് റിവർ ആണ് ആദ്യം. അപ്പോൾ നമുക്കിതിൽ ലെങ്ത്ത് നോക്കിയാൽ മനസ്സിലാവും. നീളം കൂടിയ പുഴ ഏതാണ്? പെരിയാറാണ്. ഷോർട്ടസ്റ്റ് റിവർ ഏതാണ്? മഞ്ചേശ്വരം റിവറാണ്. അപ്പോൾ രണ്ടും പേരുകൾ എഴുതുക. ഹൗ മെനി റിവേഴ്സ് ഇൻ ദ ലിസ്റ്റ് ആർ ലോങ്ങർ ദെൻ ചാലിയാർ? ചാലിയാർ നോക്കൂ, ചാലിയാറിൻ്റെ കിലോമീറ്റർ എത്രയാണ്? ലെങ്ത്ത് 169. അതിനേക്കാൾ നീളം കൂടിയ നദികൾ ഏതൊക്കെ ഉണ്ടെന്നാണ്. റൈറ്റ് ദെയർ നെയിംസ് ഇൻ ദ ഓർഡർ ഫ്രം ദ ലോങ്ങസ്റ്റ് ടു ദ ഷോർട്ടസ്റ്റ്. അപ്പോൾ നമ്മൾ ഏറ്റവും ലോങ്ങസ്റ്റ് ആണ് ആദ്യം എഴുതേണ്ടത്. അത് പെരിയാറാണ്. പെരിയാറിന് 244 കിലോമീറ്റേഴ്സ്, ഭാരതപ്പുഴ 209 കിലോമീറ്റേഴ്സ്, പമ്പ റിവർ 176 കിലോമീറ്റേഴ്സ്. ഇത്രയുമാണ് നമ്മുടെ ചാലിയാറിനേക്കാൾ നീളം കൂടിയ നദികൾ. ഇനി ഇവാലുവേഷൻ ആക്ടിവിറ്റീസ് ആണ്. കംപ്ലീറ്റ് ദ പാറ്റേൺ 11, 22, 33, 44. ബാക്കി എന്താണ്? 55, 66, 150, 250, 350. നെക്സ്റ്റ് 450, 550. നെക്സ്റ്റ് 100, 101, 103, 106. അപ്പോൾ എങ്ങനെയാണ് ആ പാറ്റേൺ വരുന്നത്? ആദ്യം 1 കൂടി, അടുത്തതിൽ 2 ആണ് ആഡ് ചെയ്തിരിക്കുന്നത്, അടുത്തതിൽ 3 ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് 4 ആഡ് ചെയ്യണം. 106 കൂടെ 4 ആഡ് ചെയ്യുമ്പോൾ 110. അടുത്തതിൽ 5 ആഡ് ചെയ്യണം, 115. നെക്സ്റ്റ് 990, 980, 970 കുറഞ്ഞു വരികയാണ് 10. അപ്പോൾ അടുത്തത് 960, 950. ഇത് സ്വന്തമായിട്ടുള്ള മൈ പാറ്റേൺ, ഈസി പാറ്റേൺസ് നമുക്ക് എഴുതാം അല്ലേ. 10, 20 ആണ് ആദ്യത്തേൽ ആഡ് ചെയ്യുന്നത്. അതായത് 20, പിന്നെ 40, പിന്നെ 80, 80യും 160, 80യും 160. 10 കഴിഞ്ഞ് 20 ആഡ് ചെയ്തപ്പോൾ 30, 30 കൂടെ 20 ആഡ് ചെയ്തപ്പോൾ 50, 50 കൂടെ 20 ആഡ് ചെയ്തപ്പോൾ 70. 110, 5 ആഡ് ചെയ്തു 115, 5 ആഡ് ചെയ്തു 120, 5 ആഡ് ചെയ്തു 125. നെക്സ്റ്റ് 600, 500, 400, 300, 100 പ്ലസ് ചെയ്തു. ഓക്കെ. Who am I? I am a 2-digit number. I am larger than 80. The digit in ones place is 1 more than the number in the tens place. അപ്പോൾ എന്താണ്? ഞാനൊരു 2-digit നമ്പറാണ്. ഞാൻ 80-നേക്കാൾ വലുതാണ്. എൻ്റെ വൺസ് പ്ലേസിലെ നമ്പർ 1 കൂടുതലാണ് ടെൻസ് പ്ലേസിലെ നമ്പറിനേക്കാൾ. അപ്പോൾ ടെൻസ് പ്ലേസിൽ എപ്പോഴും എന്താണ്? 8 അല്ലേ? 80യേക്കാൾ വലുതാണല്ലോ 8. അതിൻ്റെ കൂടെ തന്നെ അതിനേക്കാൾ വലിയൊരു നമ്പർ വരണം. അതായത് 9, 89. 1 കൂടുതൽ,
1 more than the number in the tens place. Next, I am a 3-digit number. ഞാനൊരു 3 അക്ക നമ്പറാണ്. I am sum of digits is 15. എൻ്റെ നമ്പറിലെ ഡിജിറ്റ്സിൻ്റെ സമ്മ് 15 ആണ്. The digit in hundreds place is 8, less than the number in the ones place. 8 less than the number in the ones place. അപ്പോൾ 8 കുറയ്ക്കണമെങ്കിൽ വൺസ് പ്ലേസിൽ 8നേക്കാൾ വലിയ നമ്പർ ആവണ്ടേ? 8 കുറയ്ക്കണമെങ്കിൽ വൺസ് പ്ലേസിൽ 9 ആവണം. അപ്പോൾ അതിനേക്കാൾ 8 കുറവാണ് എവിടെ? ഹൺഡ്രഡ്സ് പ്ലേസിൽ. അപ്പോൾ 100ൻ്റെ അവിടെ 1 ആണ്. ഇനി സമ്മാണെങ്കിലോ സം ഓഫ് ദ ഡിജിറ്റ് ഈസ് 15. അതായത് ഇപ്പോൾ ഇവിടെ 1 ഉണ്ട്, ഇവിടെ 9 ഉണ്ട്. 1 + 9 10 ആണ്. ഇനി 15 ആവണമെങ്കിൽ ഈ മിഡിലുള്ള ഡിജിറ്റ് ഏതായിരിക്കണം? മിഡിലുള്ള ഡിജിറ്റ് 5 ആവണം. ഇപ്പോൾ നോക്കൂ, 1 + 5 6, 6 + 9 15. Make a riddle of your own like this and write it in your notebook. ഇതേപോലെ ഇപ്പോൾ ഈ അയാം എന്ന് പറഞ്ഞിട്ടുള്ള 2 റിഡിലാണിത്. കടങ്കഥ പോലെയാണ്. ഇതുപോലെയുള്ള കടങ്കഥകൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. കമ്പയർ വിത്ത് ഫ്രണ്ട്സ് റിഡിൽസ് ആൻഡ് ട്രൈ ടു സോൾവ് ദം. ഫ്രണ്ട്സ് എഴുതി കൊണ്ടുവരുന്നത് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി സ്കൂൾ സ്റ്റോർ ഒന്ന് നോക്കാം. ദ സ്കൂൾ സ്റ്റോർ നീഡ്സ് 950 pencils. Minha gave 7 boxes and 6 packets of pencils. 7 boxes കൊടുത്തു, അതായത് 700 ആയി അല്ലേ? 7 boxes ആണ്. 7 boxes 7 × 100 700. 6 packets 6 × 10 60. അപ്പോൾ 700 + 60 = 760. Total pencils 760. സ്കൂളിൽ എത്ര ആവശ്യം? സ്കൂൾ നീഡ്സ് 950 pencils. 950 പെൻസിൽസിന് 760 പെൻസിൽസേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി എത്ര വേണം? ഹൗ മെനി മോർ ഷുഡ് ഷീ ഗീവ് ടു മേക്ക് ഇറ്റ് 950? 950 മൈനസ് 760. അപ്പോൾ എത്ര കിട്ടും? എത്രയാണ് കിട്ടുക? 190. 190 പെൻസിൽ കൂടി ഇനി കൊടുക്കണം അല്ലേ? സപ്പോസ് 950 പെൻസിൽസ് ആർ ഗിവൺ ഇൻ ബോക്സസ് ആൻഡ് പാക്കറ്റ്സ്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ കൊടുക്കാം? നമ്പർ ഓഫ് ബോക്സസ് 9, നമ്പർ ഓഫ് പാക്കറ്റ്സ് 5 അല്ലേ? ഇനി ഫില്ലപ്പ് ദ ബ്ലാങ്ക് സർക്കിൾസ്. 301, 401, 501, ഇനി 601, 701, 299, 399, 499, 599, 699. 300, 400, 500, 600, 700. അപ്പോൾ ഈ സംഖ്യകളെക്കുറിച്ച് നിങ്ങൾക്ക് കുറേ മനസ്സിലായല്ലോ അല്ലേ? നിങ്ങളുടെ ഫ്രണ്ട്സ് ആയോ? സംഖ്യകൾ ഫ്രണ്ട്സായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.